നമ്മളിപ്പോഴേ ശംഖുമുഖം ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ കടലൊക്കെ കയറിയിട്ട് ആകെ സീനാണ്. വലിയ കുഴപ്പമില്ല. നമ്മളിപ്പോൾ അവിടുത്തെ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് ഉണ്ട്, അവിടെ നടന്നു കഴിക്കാം. അതുപോലെ ശംഖുമുഖത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇത് വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോകുന്ന ഒരു വഴിയാണ്. റൈറ്റ് സൈഡൊക്കെ ചെറിയ ചെറിയ കഫേ പോലത്തെ പരിപാടിയുണ്ട്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ വിദേശികൾ വരുന്നതാണ്. വിദേശികളൊക്കെ വരുന്നതാണ്. ഇത് വന്നിട്ട് ഒരു തീം പാർക്ക് പോലത്തെ ഒരു സംഭവം ഉണ്ടാവും. ഇവിടെ വന്നിട്ട് ഈവനിങ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ ടിക്കറ്റ് ഉണ്ട്. ഇവിടെ വന്ന് റെസ്റ്റ് ഇരിക്കാം, അതുപോലെ തന്നെ കാഴ്ചകളൊക്കെ ഉണ്ട്. ഇങ്ങനെ മതി പറഞ്ഞിരിക്കാം. അതിൻ്റെ ഉള്ളിലൊരു കഫേ പോലത്തെ പരിപാടിയൊക്കെ ഉണ്ട്. ഇതാണ് വാക്കിംഗ് സ്ട്രീറ്റ്. ടൈൽസ് ഇട്ടത് കാണാം. പഴയ ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. കഫേയാണ് കേട്ടോ. ശംഖുമുഖം വന്നു കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങിൻ്റെ അടുത്തുനിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് എല്ലാവരും. ഇതാണ് വാക്കിംഗ് സ്ട്രീറ്റ്. നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു ഭംഗിയാണ് കേട്ടോ. ശംഖുമുഖത്ത് അത്യാവശ്യം വൈകുന്നേരങ്ങളിൽ അത്യാവശ്യം ആളുണ്ടാവും കേട്ടോ. കടല് ഭയങ്കര ശോഭത്തിലാണ്. കടൽ നല്ല കയറ്റമുണ്ട്. ഇപ്പോൾ കടൽ വെള്ളങ്ങളൊക്കെ അത്യാവശ്യം കരയ്ക്ക് വന്നിട്ട് കൽമുട്ടൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കൽമണ്ഡപമില്ലേ, അത് ഇച്ചിരി ഇപ്പം കടൽ കയറിയിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസിൽ പേപ്പറിലൊക്കെ കാണാൻ കഴിഞ്ഞു. അതാണ് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയല്ലേ. ശംഖുമുഖം ബീച്ച് വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് വൈകുന്നേരങ്ങളിൽ. കടലിൻ്റെ ഉൾക്കടലിലൊക്കെ നല്ല മഴയാണ് തോന്നുന്നു. അവിടെയൊക്കെ നല്ല ബ്ലാക്ക് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതിലുള്ള ചുറ്റുമുള്ള കാഴ്ച. ഇവിടെ കുതിര സഫാരിയൊക്കെ ഉണ്ട് കേട്ടോ. ഈ ബ്ലാക്ക് കുതിര നന്നായിട്ട്. സഫാരി എത്രയാ? 100 രൂപ. ഏത് വരെ പോവും? അതുവരെ പറ്റും. അവിടെ ഒരു കൽമണ്ഡപം ഉണ്ട് കേട്ടോ. അതെന്തിൻ്റെയാണെന്ന് അറിയില്ല. ഇവിടെ അത്യാവശ്യം സെറ്റപ്പായിട്ടുണ്ട് കേട്ടോ പരിപാടികളൊക്കെ. ശംഖുമുഖത്തിൻ്റെ ടൂറിസം കുറച്ചും കൂടി ഡെവലപ്പായിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും. ഇവിടെയൊക്കെ സഞ്ചരിക്കാൻ പറ്റിയ ഒരു ട്രെയിനുണ്ട് ഇവിടെ. നമ്മൾ മാളുകളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന പോലത്തെ ടൈപ്പിൽ ട്രെയിനുകളുണ്ട്. നമുക്കിത് എത്ര രൂപയാണെന്ന് ചോദിച്ചു നോക്കാം കേട്ടോ. ബ്രോ എത്ര രൂപയാണ്?
ഒരാൾക്ക് 50 അല്ലേ? ഏത് വരെ പോകണം? അതുവരെ പോയിട്ട് വരുമോ? ആ ആ, ഇതിൽ നിന്ന് തന്നെ പോയിട്ട് ആ സർക്കിൾ. ഓക്കെ. ആ ട്രെയിന് 50 രൂപയാണ് കേട്ടോ. നല്ല വർത്താണ്. എന്താ പറയുക, മാളിലൊക്കെ ഏകദേശം 100 രൂപ ഉണ്ടാവും. ഇവിടെ വന്നിട്ട് 50 രൂപയുള്ളൂ. അത്യാവശ്യം ഒരു 300 മീറ്ററോളം സഞ്ചരിച്ച് തിരിച്ചു വരും. നോക്കിയാൽ ഈ 2 സൈഡിലും അത്യാവശ്യം കടകളും പരിപാടികളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ശംഖുമുഖം അത്യാവശ്യം കാണാനും വർത്തുണ്ട്. ഫാമിലിയായിട്ട് വരികയാണെങ്കിൽ സൂപ്പറാണ്. ഇവിടെ മത്സ്യ കന്യക ഇവിടെ കിടത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും പോയി കണ്ടിട്ട് വരാം കേട്ടോ. ഇതാണ് ആ മത്സ്യ കന്യക. നല്ല രസമല്ലേ? ഹെലികോപ്റ്റർ ഉണ്ട് കേട്ടോ അവിടെ. വന്നു കഴിഞ്ഞാൽ ഹെലികോപ്റ്ററൊക്കെ നേരിട്ട് കാണാനും തൊടാനും ഫോട്ടോ എടുക്കാനൊക്കെ ഒരവസരമുണ്ട് കേട്ടോ അവിടെ. ഹലോ ഗൈസ്, നമ്മളിപ്പോഴേ ഹെലികോപ്റ്ററിൽ കയറാൻ പോകണം. അപ്പോൾ നമുക്ക് വേണ്ടി ഇവിടെ ഹെലികോപ്റ്റർ ശംഖുമുഖത്ത് വെയിറ്റ് ചെയ്യണം. നമ്മൾ കയറിയതും ക്യാപ്റ്റൻ വണ്ടി എടുക്കുന്നതാണ്. എന്താല്ലേ ഹെലികോപ്റ്റർ 1500 രൂപയുള്ളൂ ഈ ഹെലികോപ്റ്ററിൽ കയറാൻ. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്യാപ്റ്റൻ ചായ കുടിക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ വന്നാൽ നമ്മൾ കയറുന്നതായിരിക്കും കേട്ടോ. നമ്മൾക്ക് ഇങ്ങനെയാണ് കാണാൻ കഴിയാത്ത. വൈകുന്നേരങ്ങളിൽ അത്യാവശ്യം നല്ല രസമുള്ള കാഴ്ചകളായിരിക്കും കാണുക. ഇത് വാക്കി സ്ട്രീറ്റാണ്. അതുപോലെ തന്നെ പാനിപൂരി കടയും ചോളം കട, അതുപോലെ ഉപ്പിലിട്ട സംഭവങ്ങൾ, ഐസ്ക്രീം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. കടൽ ശോഭിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ.